കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പിണറായി വിജയനെ പോലെ തന്നെ CPM നേതാക്കളെ പോലെ തന്നെ ഉന്നതരായിട്ടുള്ള പല UDF നേതാക്കളും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അതിനെന്താ സുരേന്ദ്ര, കരിമണൽ കർത്തൻ്റെ കേസ് അന്വേഷിക്കാൻ ഒരുപാട് അന്വേഷണ ഏജൻസികൾ നിങ്ങളെ കയ്യിലുണ്ടല്ലോ. ആ ഏജൻസികളൊക്കെ നിങ്ങൾ ദുരുപയോഗിക്കലുണ്ട്. ഞാൻ ആവശ്യത്തിന് ഇറക്കി കരിമണൽ കർത്തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരൊക്കെ ഒന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാകണം. ഉളുപ്പുണ്ടോ ചങ്കൂറ്റുണ്ടോ? സംഘപരിവാറിന് RSSന് നരേന്ദ്രമോദിക്ക് അമിത്ഷാക്ക് BJPയിലെ ഈ ചോട്ട നേതാക്കന്മാരുടെ അടക്കം വെല്ലുവിളിക്കുകയാണ്. ചങ്കൂറ്റുണ്ടോ കരിമണൽ കർത്തൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിയവരെ തുറങ്കിലടക്കാൻ? ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. ഞാനിത് ഇത്ര കൃത്യമായിട്ട് പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അയാളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെടും. കാരണം കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഞാൻ അയാളെ വീഡിയോ നിരീക്ഷിക്കുന്ന ആളാണ്. പല ചാനലുകളും വെളിച്ചത്ത് കൊണ്ടുവരാത്ത പല സത്യങ്ങളും അയാൾ വെളിച്ചത്ത് കൊണ്ടുവരാറുണ്ട്. പിന്നെ ചിലവർ പറയും മുസ്ലിം വിരോധിയാണെന്ന്. ആരവിടെ മുസ്ലിം വിരോധമില്ലാത്ത? മുസ്ലിമിൽ തന്നെ പലർക്കും മുസ്ലിം വിരോധമുണ്ട്. അപ്പോൾ അത് വിടുക, നമ്മൾ വാർത്തയിലെ സത്യം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ആ വാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. എല്ലാവരും കാണണം, ക്ഷമയോടുകൂടി അത് കേൾക്കണം, ക്ഷമയോടുകൂടി അത് കാണണം. അപ്പോൾ ബോധ്യപ്പെടും എവിടേക്കാണ് നമ്മുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ഞാൻ VD സതീശനും കുഞ്ഞാലിക്കുട്ടിക്കും UDFനും വോട്ട് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിക്കോ VD സതീശനോ രമേശ് ചെന്നിത്തലക്കോ കുടുംബം പോറ്റാൻ ആയിരത്തിനെങ്കിലും കോടികൾ വാങ്ങാനല്ല, മറിച്ച് ജനങ്ങളെ സംരക്ഷിക്കാനാണ്. അതിനാണ് ഞാൻ UDFനെയും കോൺഗ്രസിനെയും പിന്തുണക്കുന്നത്. അത് ഞാൻ അന്നും ഇന്നും പറയും. അതുകൊണ്ട് തന്നെ തെറ്റായ രീതിയിൽ ആരെങ്കിലും പോയാൽ ഞാൻ നിശ്ചിതമായിട്ട് അതിനെ വിമർശിക്കുകയും ചെയ്യും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. കാരണം ഞാൻ പിണറായി സഖാവിന് സിന്ദാബാദ് വിളിക്കുന്ന ഒരടിമയല്ല, ഒരു ജനാധിപത്യവാദിയാണ്, ഒരു രാഷ്ട്രീയവാദിയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരൊക്കെ വാങ്ങിയെന്ന്. അതുകൊണ്ട് തന്നെ ഈ സത്യം അറിയുന്ന നരേന്ദ്രമോദി, അമിത്ഷാ, കേന്ദ്ര ഏജൻസികൾ ഒരിക്കലും പിണറായി കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരില്ല. പിന്നെ മാസപ്പടി കേസ് എന്ന് പറഞ്ഞ വീണാ വിജയൻ്റെ കേസ് നിലനിൽക്കും. കാരണം വീണാ വിജയൻ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, വീണാ വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല, വീണാ വിജയൻ CPMലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവല്ല. വീണാ വിജയൻ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്തിന് 2,82 ലക്ഷം റുപ്യ കരിമണൽ കർത്തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി? എന്തിന് മാസം 5 ലക്ഷം റുപ്യ വീണാ വിജയൻ വാങ്ങി? അത് അന്വേഷിക്കണം, അത് കണ്ടെത്തണം, അതിന് നടപടിയെടുക്കണം. അതിനു വേണ്ടിയാണ് പിണറായിയുടെ വീട് റെയ്ഡ് നടത്തി. അല്ലാതെ പിണറായിയുടെ മൂക്കിൽ ഏറ്റാനുണ്ടാകുന്ന കമ്മികളായ സഖാക്കൾക്ക് കമ്മികളാണെങ്കിലും അറിയാം. പക്ഷേ ഇത് തകർന്ന പാർട്ടിയെ ജീവൻ പൊപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരവസരമായി കണ്ടുകൊണ്ടാണ് അതിൻ്റെ പേരിൽ അക്രമങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് വൈകണ്ട, എല്ലാവരും കാണണം, കൃത്യമായിട്ട് കാണണം, വിലയിരുത്തണം. ആ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ വർഷം കേരളം കേട്ട ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് വളരെ എക്സ്ക്ലൂസീവായി ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഏറ്റവും വലിയ ചർച്ചയാവേണ്ടതാണ്. ഇത് കേൾക്കുന്ന സാധാരണ മനുഷ്യർ, നീതിബോധമുള്ളവർ ഞെട്ടിത്തരിക്കേണ്ടതാണ്. പക്ഷെ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനകളുടെയോ അടിമകളായതുകൊണ്ട് ആരും ഞെട്ടുകയില്ല എന്ന് മാത്രമല്ല, ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് തീർച്ചയാണ്. ഇത്തരമൊരു വാർത്ത ലോകത്തെ അറിയിക്കാൻ മറുനാടന് മാത്രമേ സാധിക്കൂ. ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നത് പോലും വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ്. മിക്ക രാഷ്ട്രീയ പാർട്ടികളെയും, മിക്ക സമുദായ നേതാക്കളെയും, ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഒക്കെ കുഴപ്പത്തിലാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒത്തുതീർപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഈ വാർത്ത പുറത്തു വന്നാൽ എന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ചെയ്യുന്ന പണി സത്യസന്ധമായി ചെയ്യണം. ജീവൻ അപകടത്തിലായാലും കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലായാലും ഇത് ചെയ്തേ മതിയാവൂ എന്ന് വാശിയുള്ളത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മുടെ മുമ്പിൽ ഇവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയവും വ്യത്യസ്ത സമുദായവും പറഞ്ഞ് പോരടിക്കാറുണ്ടെങ്കിലും നമ്മളെയൊക്കെ ആ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തി ഇത്തരം ചക്കളാത്തി പോരാട്ടത്തിന് നടുനായകത്വം വഹിക്കാൻ തള്ളിവിടാറുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ പേരിൽ നമ്മൾ പരസ്പരം തല്ലിച്ചാവാറുണ്ടെങ്കിലും ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കും ഇവരുടെ ധനമോഹത്തിന്റെ അടിമകളായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വാർത്ത. നമുക്കൊക്കെ അറിയാവുന്ന കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ശശിധരൻ കർത്തയുടെ ഡയറിയാണ് ഈ സംഭവത്തിന് ആധാരം. ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയമാണ്. പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ശശിധരൻ കർത്തയിൽ നിന്നും മാസപ്പടി വാങ്ങിയിരുന്നു എന്ന് വ്യക്തമാകുന്നു. CMRL എന്ന ശശിധരൻ കർത്തയുടെ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവാദ കമ്പനിയിൽ നിന്നും കൃത്യമായി മാസപ്പടി കൈപ്പറ്റുകയും അത് വിവാദമായപ്പോൾ അത് ചെലവിൽ ഉൾപ്പെടുത്തി GST അടച്ച് തടി തപ്പുകയുമാണ് വീണാ വിജയൻ ചെയ്തത്. എന്നാൽ കരിമണൽ കർത്തയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയ ഇൻകം ടാക്സ് ക്രമക്കേടുകൾ കണ്ടെത്തുകയും പിഴ ഈടാക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് വീണാ വിജയൻ മാസപ്പടി കൈപ്പറ്റി എന്ന് പറഞ്ഞ് ആ പണം വ്യാജമായി ചെലവിൽ കാണിച്ചതുകൊണ്ട് അതിന് പിഴ ഈടാക്കിയതും പിഴയടച്ച് കർത്ത തലയുരിയതും. അന്ന് ഡയറിയിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നു. അതിൽ PV, OC, RC, PKK തുടങ്ങിയ പദങ്ങളുണ്ടായിരുന്നു. PV പിണറായി വിജയനാണെന്നും OC ഉമ്മൻചാണ്ടിയാണെന്നും RC രമേശ് ചെന്നിത്തലയാണെന്നും KK PK കുഞ്ഞാലിക്കുട്ടിയാണെന്നും ഒക്കെ അന്ന് വാർത്തകൾ വന്നെങ്കിലും അതൊന്നും ഒരിടത്തും എത്താതെ പോയി. രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കരിമണൽ കർത്തയുടെ സ്ഥാപനത്തിൽ നിന്നും പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞത് PV താനല്ല, താനും PVയുമായി ഒരു ബന്ധവുമില്ല എന്നതാണ്. പിന്നീട് പിണറായിയുടെ മകൾക്കെതിരെ നിയമപോരാട്ടവുമായി രംഗത്തെത്തുന്നത് BJP നേതാവ് ഷോൺ ജോർജ് ആണ്.
ഷോൺ ജോർജിന്റെ നിയമ പോരാട്ടത്തെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസെടുക്കുകയും കേസന്വേഷണം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ആ കേസ് എവിടെ വരെ എത്തി എന്ന് ആർക്കും അറിയില്ല. കേസ് നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നു. ഷോൺ ജോർജ് കേസ് നടത്തുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. എന്നാൽ കേസ് ഒരിടത്തും എത്തുന്നില്ല. പിണറായിയുടെ മകൾ മാസപ്പടി കേസിൽ അകത്താകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് വെറുതെയാണെന്ന് വ്യക്തമായി. ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് വിടുന്നത് ആ മാസപ്പടി കേസിന്റെ പൂർണ്ണ വിശദാംശങ്ങളാണ്. 2012-14 കാലഘട്ടത്തിൽ കരിമണൽ കർത്ത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും അവരുടെ മക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മത നേതാക്കൾക്കും ഒക്കെ കൈക്കൂലി കൊടുത്തതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡയറി നിലവിലുണ്ട്. ഏതാണ്ട് 700 പേജുള്ള ഒരു ഡയറിയാണ്. ഓരോരുത്തർക്കും എത്ര രൂപ കൊടുത്തു എന്ന് കർത്ത കൃത്യമായി തീയതി സഹിതം എഴുതി വയ്ക്കുമായിരുന്നു. കർത്തയെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറ്റകൃത്യമാണ് എന്ന് പോലും അറിയില്ലായിരുന്നു. എന്റെ കാശ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അതിന് കണക്ക് ഞാൻ എഴുതി വയ്ക്കുന്നു, എന്താണ് കുഴപ്പം എന്നതായിരുന്നു കർത്തയുടെ സാധാരണമായ ചോദ്യം. കർത്തയുടെ മാസപ്പടിയിൽ ഓരോ ദിവസവും കൈക്കൂലിയുടെ കണക്കുണ്ടായിരുന്നു. ആ ഡയറിയിലെ ഒരു പേജ് മാത്രമാണ് ഇന്റർ സെറ്റിൽമെന്റ് കേസ് ഡോക്യുമെന്റിൽ വന്നതും ലോകമറിഞ്ഞതും. അത് ഇനിഷ്യലുകൾ ആയിരുന്നതുകൊണ്ട് എളുപ്പത്തിൽ നിഷേധിക്കാൻ കഴിഞ്ഞു. എന്നാൽ 700 പേജുള്ള ഡയറിയിലെ ചില ഭാഗങ്ങൾ ആധികാരികമായി ശേഖരിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു. ഞാനിപ്പോൾ പുറത്തുവിടുന്നത് വളരെ കുറച്ച് പേജുകൾ മാത്രമാണ്. എന്നാൽ ഇതിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും മറ്റു പേജിൽ എന്ന് വേണം കരുതാൻ. കാരണം എന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന പേജുകളിൽ തന്നെ റിപ്പീറ്റേഷൻ ഉണ്ട്. ഇത് മാസപ്പടി ബുക്കാണ്. ഓരോ മാസവും കൊടുക്കുന്ന കണക്ക് എഴുതി വെക്കുന്നു. ഏതാണ്ട് ഒരേ കൂട്ടർക്ക് തന്നെയാണ് എല്ലാ മാസവും പണം കൊടുക്കുന്നത്. കുറച്ചു പേർക്ക് മാറ്റമുണ്ടാവാം. നിരന്തരം എല്ലാ മാസവും പണം കൈപ്പറ്റുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി മുടക്കുന്ന പണം ചെലവ് എന്ന പേരിലും എഴുതി വെച്ചിട്ടുണ്ട്. SFI എടുത്ത കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഔദ്യോഗിക രേഖയായി ഈ ഡയറി ഇപ്പോൾ കൊച്ചിയിലെ എക്കണോമിക് ഒഫൻസ് കോടതിയിലുണ്ട്. ആ കോടതിയിൽ ഇരിക്കുന്ന രേഖയിലെ ഒരു വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ എക്സ്ക്ലൂസീവായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ ഡയറിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രേക്ഷകർ അറിയണം. എന്തിനാണ് ഇവർക്കൊക്കെ പണം കൊടുക്കുന്നത്? അതാണ് ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. മൂവാറ്റുപുഴ പുല്ലുവഴിക്കാരനായ ശശിധരൻ കർത്ത ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് കൊച്ചി ആസ്ഥാനമായി കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിക്കുന്നു. ഈ കമ്പനി നമ്മുടെ കടപ്പുറത്തെ കരിമണൽ ഖനനം ചെയ്യുന്ന കമ്പനിയാണ്. എന്നാൽ കടപ്പുറത്തെ കരിമണൽ വാങ്ങാനോ അതുപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനോ സ്വകാര്യ മേഖലയ്ക്ക് അനുമതിയില്ല. അതിന് അനുമതി കിട്ടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ IRE അല്ലെങ്കിൽ ഇന്ത്യൻ റയർ എർത്ത്സിനും ചവറയിലുള്ള KMRL മാത്രമാണ്. ഇവിടെയാണ് കരിമണൽ കർത്തയുടെ ബുദ്ധി നമ്മൾ കാണേണ്ടത്. കരിമണൽ കർത്ത വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ഉണ്ടാക്കി വിൽക്കുന്നു എന്നാണ് കണക്ക് കാണിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധമായി KMRL-നും IRE-ക്കും വേണ്ടി വാസ്തവത്തിൽ ഈ കരിമണൽ എടുത്തതും ഖനനം ചെയ്തതുമൊക്കെ കർത്തയായിരുന്നു. ഇത് അവരിൽ നിന്ന് വാങ്ങുന്നതായി കണക്കുണ്ടാക്കുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആർക്കും അറിയില്ല. വലിയ ലാഭമാണ് ഇവിടെ നിന്നും ഇവർ ഇതെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ CMRL-ന്റെ കമ്പനിയിലൂടെ റയർ എർത്ത് ഉണ്ടാവുമ്പോൾ കരിമണൽ സംസ്കരിച്ച് സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കുകയാണ് പ്രധാന പണി. ഈ റൂട്ടൈൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന രാസവസ്തുക്കൾ അതീവ അപകടകാരികളാണ്. ഈ രാസവസ്തുക്കൾ പുറത്തേക്ക് വിടുന്നത് വലിയ പാരിസ്ഥിതിക ദോഷവും മനുഷ്യരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യും. ആദ്യം കരിമണൽ കർത്ത ഈ മാസപ്പടി കൊണ്ട് നേടിയെടുത്തത് മലിനീകരണ നിയന്ത്രണ ബോർഡിനെയൊക്കെ സ്വാധീനിച്ച് ശുപാർശ ചെയ്ത് ഇത് അപകടകരമായ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിൽ നിന്നും ഒഴിവാക്കിയെന്നതാണ്. എന്ന് വെച്ചാൽ ഇത് സംസ്കരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. അത് സംസ്കരിക്കണമെങ്കിൽ കോടികൾ ചെലവാകും. അതുകൊണ്ട് ഈ കമ്പനി പുറത്തേക്ക് വിടുന്ന മാലിന്യങ്ങൾ, ഇതിന്റെ ഉപോൽപ്പന്നങ്ങൾ, ഇത് അപകടകരമായ രാസവസ്തു ഉണ്ടാക്കുന്ന കമ്പനി അല്ല എന്ന് ഇവർ സർട്ടിഫൈ ചെയ്തെടുക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇടപാടുകൾ നടത്താനുള്ള സംവിധാനം സർക്കാർ തുണയോടെ ഉണ്ടാക്കിയെടുക്കുന്നു. അതിന്റെ മറവിൽ ശതകോടികളുടെ കരിമണൽ ഖനനമാണ് കർത്ത നടത്തിയത്. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. 2008-2009 കാലഘട്ടത്തിൽ പമ്പ ശുദ്ധീകരിക്കുന്ന ഒരു പദ്ധതിയുമായി കരിമണൽ കർത്ത രംഗത്ത് വരുന്നു. പമ്പ ശുദ്ധീകരിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സഹായത്തോടെ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു. CMRL നിന്ന് പുറത്തു വരുന്ന രാസവസ്തുക്കൾ പ്രത്യേക തരത്തിൽ മാറ്റം വരുത്തി പമ്പയിൽ ഉപയോഗിച്ചാൽ അത് ശുദ്ധീകരിക്കപ്പെടും എന്നായിരുന്നു കണ്ടുപിടുത്തം. മലിനീകരണ നിയന്ത്രണ ബോർഡായിരുന്നു ഇതിന് ശുപാർശ ചെയ്തത്. ഇത് വലിയ സംഭവമായി മാധ്യമങ്ങൾ വാർത്തയായി. എന്നാൽ കൈക്കൂലിക്ക് വഴങ്ങാത്ത മാധ്യമ സ്ഥാപനമായ ഹിന്ദു ഇതേക്കുറിച്ച് തുടർച്ചയായ വാർത്ത എഴുതി. തുടർന്ന് നടത്തിയ പരീക്ഷണത്തിൽ ഞെട്ടിക്കുന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞു. കർത്തയുടെ ഫാക്ടറിയിലെ രാസവസ്തുക്കൾ പമ്പയിൽ ഒഴുക്കാനും അത് ശുദ്ധീകരണം എന്ന പേരിൽ അംഗീകാരം നേടാനുമുള്ള വലിയ ഗൂഢാലോചനയായിരുന്നു. പമ്പയിലും മറ്റ് നദികളിലും ഒഴുക്കാനുള്ള ഗൂഢാലോചന. നദിയെ നശിപ്പിക്കാനുള്ള ലൈസൻസിന് വേണ്ടിയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സഹായത്തോടെ ഈ പണിക്കിറങ്ങിയത്. പിന്നീട് 2010-11 കാലഘട്ടത്തിൽ നിരോധിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകരെ പലരെയും ജയിലിൽ അടച്ചു. ചിലർക്കൊക്കെ കൈക്കൂലി കൊടുത്ത് ഒതുക്കി. വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടി പറയാം. 2010 പത്മശ്രീ പുരസ്കാരത്തിന് എളമരം കരീം വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ കർത്തയുടെ പേര് കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്തു. ഇങ്ങനെ നാടിനെ കൊല്ലാൻ, നദിയെ കൊല്ലാൻ, അനധികൃതമായി ഖനനം നടത്തി കോടികൾ ലാഭമുണ്ടാക്കാൻ കർത്ത നടത്തിയ നീക്കത്തിന് വേണ്ടി കർത്ത കൈക്കൂലിയായി കൊടുത്തത് ഈ കാലയളവിൽ മാത്രം ഏതാണ്ട് 350 കോടി രൂപയാണ്. ഈ കണക്കെല്ലാം കർത്ത ഒരു ഡയറിയിൽ എഴുതി വെച്ചു.
ഏതാണ്ട് 700 പേജുള്ള ഡയറി. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തിയപ്പോൾ ആ ഡയറി അവർ കൈയോടെ പിടിച്ചു. ആ ഡയറിയിലെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി കേസ് ഉണ്ടാവുന്നതും അതിന്റെ പേരിൽ ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് പിഴ വിധിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വാർത്തയാകുന്നതും SFIO കേസെടുക്കുന്നതും. ഇനിയാണ് ഈ വലിയ തട്ടിപ്പിന് വേണ്ടി 350 കോടിയോളം രൂപ കരിമണൽ കർത്ത കൈക്കൂലി കൊടുത്തതിന്റെ മാസപ്പടിയുടെ വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടത്. ഈ മാസപ്പടി കൈപ്പറ്റാത്തതായി ആരുമില്ല. ഈ ഡയറിയിലെ കുറച്ച് പേജുകളാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ പേജുകൾ ഞാൻ വായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, അത് ചിലതൊക്കെ സാങ്കേതികമാവും. കാരണം കർത്ത കണക്കിൽപ്പെടാതെ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കണക്ക് ബുക്കാണ്. ഉദാഹരണത്തിന് വടയാർ സുനിൽ എന്ന മാധ്യമ പ്രവർത്തകനെ പലതവണ 10 ലക്ഷം രൂപ വീതം കൊടുത്തതായി ഇതിലുണ്ട്. ഞാൻ സുനിലിനെ വിളിച്ചു ചോദിച്ചു, സുനിൽ എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ സുനിൽ പറഞ്ഞു, മാതൃമലയാളം എന്ന പേരിൽ കർത്തയ്ക്ക് ഒരു പത്രസ്ഥാപനം ഉണ്ടായിരുന്നു. ആ പത്രസ്ഥാപനത്തിന്റെ എഡിറ്ററായിരുന്നു കർത്ത. അതിന്റെ പ്രിന്റിങ്ങിനും നടത്തിപ്പിനും വേണ്ടി നൽകിയ പണമാണ് എന്നാണ് സുനിൽ പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ അതോ സുനിലിന് വ്യക്തിപരമായി കിട്ടിയ പണമാണോ എന്ന് വ്യക്തമല്ല. എങ്കിലും സുനിൽ പറഞ്ഞത് അങ്ങനെയാണ്, അതിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അദ്ദേഹം പാർട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പേജ് ഞാൻ വായിക്കാം. 2, 4, 12, 3, 4, 12, 4, 4, 12, 5, 4, 12, 7, 4, 12 ഇത്രയും ദിവസത്തെ കണക്കാണ്. കോട്ടയം എക്സ്പെൻസ് എന്ന് എഴുതിയിട്ട് മിസ്റ്റർ പ്രകാശ് കെ എന്ന് എഴുതിയിരിക്കുന്നു. പ്രകാശ് കാരാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മിസ്റ്റർ ബീരാ ഉണ്ണി, മിസ്റ്റർ കൃഷ്ണൻകുട്ടി എന്നാണ് 2, 4, 12 എഴുതിയിരിക്കുന്നത്. 10,000, 10,000, 3,000 പ്രകാശ് കാരാട്ട് കോട്ടയത്ത് എത്തിയപ്പോൾ കൊടുത്താൽ നമുക്കറിയില്ല. നമുക്ക് മിസ്റ്റർ പ്രകാശ് കെ എന്നേ ഉള്ളൂ. പ്രകാശ് കാരാട്ടാണെന്ന് സംശയിക്കേണ്ട സാഹചര്യം പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത ദിവസം അജിത് സാർ, DT, ടൈറ്റസ് എക്സെട്ര എന്ന് പറഞ്ഞ് ഒരു 3,60,000 കാണിക്കുന്നുണ്ട്. മിസ്റ്റർ നൊബീൽ എന്ന് പറഞ്ഞ് 50,000 കാണിക്കുന്നു. മിസ്റ്റർ സി ബില്ല 2 ലക്ഷം കാണിക്കുന്നു. KVT +3 to 5 ലക്ഷം കാണിക്കുന്നു. 4-12 കാനം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ് 2 ലക്ഷം കാണിക്കുന്നു. മിസ്റ്റർ പ്രകാശ് 17,000 മൂപ്പത്തോടം മുസ്ലിം ജുമാഅത്ത് 20,000 കാണിക്കുന്നു. അത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ആ ജമാഅത്തിന് കൊടുത്ത സംഭാവനയാവാം. അടുത്തതാണ് ഷാനവാസ് PCB എന്ന് പറഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. 4-4-12 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഷാനവാസിന് 20,000 കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ കളത്തിൽ വിജയൻ 2,000 രൂപ. എക്സ്പെൻസ് സുരേന്ദ്രൻ കെ സുരേന്ദ്രന്റെ ചെലവായി 15,000 രൂപ. പെയ്ഡ് ത്രൂ സജീവൻ BC എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. PPT എന്ന് പറഞ്ഞ് 2 ലക്ഷം കൊടുത്തു. ഇതൊക്കെ കൃത്യതയില്ല. BC VK 5 ലക്ഷം കൊടുത്തിരിക്കുന്നു. PPT 3 ലക്ഷം. മിസ്റ്റർ പ്രകാശ് കെ വീണ്ടും കൊടുത്തിരിക്കുന്നു 12,500. RSS എന്ന് പറഞ്ഞ് 5 ലക്ഷം എഴുതിയിരിക്കുന്നു. 9-4-12 ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ് 50,000 എഴുതിയിരിക്കുന്നു. GMF എന്ന് പറഞ്ഞ് 20 ലക്ഷം എഴുതിയിരിക്കുന്നു. GMF 20 ലക്ഷം എഴുതിയിരിക്കുന്നു. PDP മിസ്റ്റർ നജീബ്, ഒരു നജീബ്, PDPയുടെ നജീബിന് 20,000 രൂപ. ജയപ്രസാദിന് 50,000 രൂപ. ആലുവ പാലസിലേക്ക് 20,000 രൂപ. മിസ്റ്റർ പ്രകാശ് കെയ്ക്ക് വീണ്ടും 20,000 രൂപ. ക്രൈം എന്ന് എഴുതിയിരിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല. ക്രൈം ആരാണെന്നും അറിയില്ല. അത് 20,000 രൂപ. ക്രൈം നന്ദകുമാർ ആണോ എന്ന് നമുക്കറിയില്ല. ക്രൈം എന്ന് എഴുതിയിരിക്കുന്നു. മിസ്റ്റർ ശ്രീകുമാർ KPMS, അതായത് പുന്നല ശ്രീകുമാറിന് 2 ലക്ഷം രൂപ. ആലുവ CI 50,000 രൂപ. ശ്രീകുമാർ മുല്ലപ്പള്ളി 15,000 രൂപ. ഇതെല്ലാം 2012 4 മാസത്തെ മാസപ്പടിയാണ്. ആ മാസപ്പടിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഷാനവാസിന് കൊടുത്തിട്ടുണ്ട്. ആലുവ CIക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും കേസ് വന്ന് കാണും. ആലുവ CI കൊടുത്തിരിക്കുന്നത് 50,000 രൂപയാണ്. അന്ന് ഈ സമയത്ത്, അതായത് 11-4-12 ആരായിരുന്നു ആലുവ CI എന്ന് നോക്കിയാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. അടുത്തത് 19-10-2010 ഇച്ചിരി പഴയതാണ്. മിസ്റ്റർ മുത്തലാബ് എന്ന് പറയുന്ന ആൾ 1 ലക്ഷം രൂപ. മിസ്റ്റർ രാജശേഖരൻ 5,000 രൂപ BJP എഴുതി വെച്ചിട്ടുണ്ട്. മിസ്സസ് ഉഷ ശശിധരൻ LDF 10,000 രൂപ. മിസ്റ്റർ ബഷീർ അരാബത്ത് 20,000 രൂപ. മിസ്സസ് സരള കോൺഗ്രസ് ആണ് 5,000 രൂപ. സലീം 1 ലക്ഷം രൂപ LDF ആണ്. കോൺഗ്രസ് മിസ്റ്റർ MO ജോൺ 1 ലക്ഷം. ഏറ്റവും കൂടുതൽ ഇവിടെ പേര് കണ്ട ഒരാൾ മിസ്റ്റർ MO ജോൺ ആണ്. MO ജോണിന് എല്ലാ മാസവും കൊടുക്കുന്നുണ്ടായിരുന്നു 1 ലക്ഷം രൂപ. VP ജോർജ്, കോൺഗ്രസിലെ തന്നെ ഒരു VP ജോർജിന് 50,000 രൂപ. ബാബു ജോസഫ് BJP 50,000 രൂപ. ഐഷ BV 10,000 രൂപ. LDFിലെ പെയ്ഡ് ത്രൂ സുനീൽ സാർ വഴി LDFന് ഒരു 5 ലക്ഷം കൊടുത്തു. സൈദു കുഞ്ഞ്, മിസ്റ്റർ സൈദു കുഞ്ഞ് LDF ആണ് 1 ലക്ഷം രൂപ. LDFന്റെ തന്നെ ശിവശങ്കരൻ KN രാജീവ് 20,000 രൂപ. മിസ്റ്റർ ഷർമിള LDF 1 ലക്ഷം രൂപ. മിസ്റ്റർ JK മോഹനൻ LDF 1 ലക്ഷം രൂപ. ലിസി ജോർജ് UDF 50,000 രൂപ. KE പ്രഭാകരൻ CPI 10,000 രൂപ. മിസ്സിസ് അജിത കുമാരി LDF 5,000 രൂപ. എന്നിട്ട് ആ മാസത്തെ കണക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നു. 1 BR പ്ലസ് സുനിൽ വടയാർ എന്നെതിരെ 10 ലക്ഷം എഴുതിയിട്ടുണ്ട്. സുനിലിനും വേറെ ആർക്കോ കൂടി 10 ലക്ഷം കൊടുത്തിരിക്കുന്നു. ഉണ്ണി തിരുമേനി 5 ലക്ഷം രൂപ. ഗോപാലകൃഷ്ണൻ കാര്യാലയം 1 ലക്ഷം രൂപ. P രാജു 50,000 രൂപ.
ചന്ദ്രശേഖരൻ INTC ചന്ദ്രശേഖരൻ 5 ലക്ഷം രൂപ, TP ഹസൻ 2 ലക്ഷം രൂപ, മനോരമ സ്റ്റാഫ് 1 ലക്ഷം രൂപ. എന്നിട്ട് ആ മാസത്തെ കണക്ക് എഴുതി വെച്ചിരിക്കുന്നു 1,48,80,800 ഒരു മാസത്തെ കണക്കാണ്. മറ്റൊരു മാസത്തെ കണക്ക് ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കുന്നു. UDF 15,27,500 രൂപ, LDF 14,90,000 രൂപ, BJP 1,21,500 രൂപ, IUML 20,000 രൂപ, SDPI 20,000 രൂപ, PDP 15,000 രൂപ. പിന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഒരു ഹിറ്റ്ലറോ എന്തോ ഒരു സാധനമുണ്ട്. എന്തായാലും അത് 2,90,000 രൂപ. ഇനി മറ്റൊരു മാസത്തിലേക്ക് പോവുക. MD രാജേന്ദ്രൻ 5 ലക്ഷം രൂപ, വീരേന്ദ്രകുമാർ 15 ലക്ഷം രൂപ. രണ്ടാമത്തെ ആളുടെ പേര് എനിക്ക് വായിക്കാൻ പറ്റിയില്ല, മഞ്ജുഷ, മാനേജിംഗ് ഡയറക്ടർ. MD റീഫണ്ട് എന്തൊരു സാധനം 9 ലക്ഷം രൂപ. ഗോപി കോട്ടമറിക്കൽ 2 ലക്ഷം. CPM നേതാവാണ് ഗോപി കോട്ടമറിക്കൽ, നമുക്കറിയാം, കേരള ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു. കേരള കൗമുദിക്ക് 10 ലക്ഷം രൂപ. കേരള കൗമുദിക്കാണ് ഏറ്റവും കൂടുതൽ മാധ്യമ സ്ഥാപനത്തിന് കാശ് കൊടുത്തിരിക്കുന്നത്. പലതവണ കേരള കൗമുദിന്റെ പേരുണ്ട്. V സലീം 1 ലക്ഷം രൂപ. PHK എന്ന് വെച്ചാൽ PH കുര്യനാണ്. കൃത്യമായി പിന്നീട് PH കുര്യന്റെ പേര് പറയുന്നുണ്ട്. PH കുര്യൻ മുതിർന്ന ഓഫീസർ ആയിരുന്നു, അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. PH കുര്യൻ 3 ലക്ഷം രൂപ. PH കുര്യന് പലതവണ പണം കൊടുത്ത് എഴുതി വെക്കുന്നുണ്ട്. ചന്ദ്രമോഹൻ XMLA 3 ലക്ഷം രൂപ. അടുത്തതും GMF എന്ന് പറഞ്ഞ ഒരു സാധനം 10 ലക്ഷം രൂപ. അനുപം ദാസ് എന്നോ മറ്റോ 5 ലക്ഷം രൂപ. TVM സപ്ലൈ എന്തോ ഒരു സാധനമുണ്ട് 8,20,000 രൂപ. ഓണ എക്സ്പെൻസ് 15 ലക്ഷം രൂപ. അനിൽകുമാർ 1 ലക്ഷം രൂപ. AC ജോസ് കോൺഗ്രസ് നേതാവാണ് 3 ലക്ഷം രൂപ. കേരള കൗമുദി വീണ്ടും 10 ലക്ഷം രൂപ. ഏറ്റവും കൂടുതൽ കേരള കൗമുദിയാണ് കാശ് കൊണ്ടുപോയിരിക്കുന്നത്. വീരേന്ദ്രകുമാർ 30 ലക്ഷം രൂപ. പിന്നീട് വീരേന്ദ്രകുമാർ 30 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. ഷാഹിദ് മട്ടാഞ്ചേരി എങ്ങാണ്ട് 1 ലക്ഷം രൂപ. പന്യൻ രവീന്ദ്രൻ 10 ലക്ഷം രൂപ. പക്ഷേ പാർട്ടിക്ക് വേണ്ടി പിരിച്ചായിരിക്കും. എന്തായാലും പന്യൻ രവീന്ദ്രൻ സ്വന്തം കിശയിലേക്ക് കാശ് മേടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം ഒരു സത്യസന്ധന മനുഷ്യന്. പക്ഷേ പാർട്ടിക്ക് വേണ്ടി മേടിച്ചതാവാം, ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പന്യൻ രവി ഇനി അഥവാ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന് അറിയില്ല. പന്യൻ രവീന്ദ്രൻ 10 ലക്ഷം രൂപ. വീണ്ടും വായിക്കാത്ത ഒരു AJ സംഭവം 5 ലക്ഷം രൂപ. PV 50 ലക്ഷം രൂപ. പിണറായി വിജയൻ തന്നെയാണ് 50 ലക്ഷം രൂപ കൈപ്പറ്റിയ PV. പിണറായിക്കൊക്കെ അത്ര വലിയ കാശ് കൊടുക്കൂ. പിന്നീട് പിണറായി വിജയന്റെ പേര് പറയുന്നുണ്ട്. 2012 മറ്റൊരു ലിസ്റ്റാണിത്, വ്യക്തമായി വായിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ അകത്തും പല പേരുകളുണ്ട്. ആ പേജും പലതും നമുക്ക് അറിയത്തില്ല. അതിനകത്തും കുഞ്ഞാലിക്കുട്ടിയുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് 50 ലക്ഷം ആദ്യം കൊടുത്തിരിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് 5 ലക്ഷം കൊടുത്തിരിക്കുന്നു. PH കുര്യന് 10 ലക്ഷം. ഓർക്കണം, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, IAS കാരനാണ്. PH കുര്യന് 10 ലക്ഷം ഇക്കുറിയും കൊടുത്തിട്ടുണ്ട്. S ശർമ്മ CPM നേതാവിന് 1 ലക്ഷം കൊടുത്തിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടാണ് വായിക്കാൻ. കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും 50 ലക്ഷം, രണ്ടാം തവണ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഞെട്ടിക്കുന്ന AG അക്കൗണ്ട് ജനറൽക്ക് 25 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെയാണ് OC എന്ന പേര് കാണുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടില്ല, ഉമ്മൻചാണ്ടിയാണെന്ന് കരുതപ്പെടുന്നു. 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. VJ പൗലോസിന് 2 ലക്ഷം കൊടുത്തിട്ടുണ്ട്. എനിവേ കുറെ അതുകൾ പേരുണ്ട്, എല്ലാം വായിക്കാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു. അടുത്തത് കൃത്യമായി വായിക്കാവുന്ന ഒരു പേരാണ്. ഒരു ശ്രീകുമാറിന് 30,000, മിസ്റ്റർ പ്രകാശിന് 1 ലക്ഷം, CPIM MD 25 ലക്ഷം, CPIM MD നേരിട്ട് കൊടുത്തിരിക്കുന്നത് 25 ലക്ഷം. അങ്ങനെ ആ മാസത്തെ ചെലവ് 1,61,69,000. നേരത്തെ ഞാൻ സൂചിപ്പിച്ച് വായിക്കാൻ പറ്റാത്ത കൃത്യമായിട്ട് VC 5 ലക്ഷം, MO ജോൺ 1 ലക്ഷം, OC 50 ലക്ഷം. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു, അത് വളരെ ക്ലിയർ. VJ പൗലോസ് 2 ലക്ഷം, TH മുസ്തഫ 2 ലക്ഷം. ആ മാസത്തെ മൊത്തം ചെലവ് 2,34 ലക്ഷമാണ്. അൻവർ സാദത്ത് ആലുവ MLA അൻവർ സാദത്ത് 2 ലക്ഷം. MD റീഫണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും 15 ലക്ഷം. MDക്ക് ആരെങ്കിലും തിരിച്ചു കൊടുത്തായിരിക്കാം. കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും 50 ലക്ഷം. വെള്ളാപ്പള്ളിക്ക് 5 ലക്ഷം. PH കുര്യന് 10 ലക്ഷം. S ശർമ്മ, ഇത് നേരത്തെ ഞാൻ വായിച്ച ആ പേരിലെ വ്യക്തമാണ്. ഇത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. S ശർമ്മയ്ക്ക് 1 ലക്ഷം. വീണ്ടും വേണുഗോപാൽ N, നമ്മുടെ അറിയാം കോൺഗ്രസ് നേതാവാണ്, 2 ലക്ഷം. RM രാംദുവാലിൻ 1 ലക്ഷം. കുഞ്ഞാലിക്കുട്ടിക്ക് 50 ലക്ഷം. ഈ കുഞ്ഞാലിക്കുട്ടിക്ക് AGയുടെ മുമ്പ് സൂചിപ്പിച്ചതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വീണ്ടും 2 ലക്ഷം. ഗോപി കോട്ടമറിക്കിന് 1 ലക്ഷം. MO ജോണിന് 1 ലക്ഷം. കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും 50 ലക്ഷം. സാജു പോൾ MLAക്ക് 1 ലക്ഷം. MO ജോണിന് 2 ലക്ഷം. V സലീമിന് 1 ലക്ഷം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാന് 5 ലക്ഷം. ഇതെല്ലാം പലരും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് വേറൊരു മാസം 2 ലക്ഷം. കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും 9 ലക്ഷം. കോടിക്കണക്കിന് രൂപയാണ് കുഞ്ഞാലിക്കുട്ടി കൊടുത്തിരിക്കുന്നത്. സാജു പോൾ MLAക്ക് 1 ലക്ഷം. ദിനേശ് മണിക്ക് 10 ലക്ഷം. CPM നേതാവാണ്. ചന്ദ്രൻ പിള്ളയ്ക്ക് 1 ലക്ഷം. CPM നേതാവാണ്, CIT നേതാവാണ്. TP ഹുസൈൻ ഇങ്ങനെ 2 ലക്ഷം, 10 ലക്ഷം. ആ മാസത്തെ ചെലവ് 3,28,95,000 രൂപ. മിസ്റ്റർ ആനന്ദണ്ണൻ 1,50,000. പ്രകാശ് K 50,000. ബെന്നി പോസ് 15,000. കായംകുളം പ്രദീപ്, കളത്തിൽ വിജയൻ, സുരേന്ദ്രൻ എക്സ്പെൻസ്, ശർമ്മ സാർ, മോഹനൻ എയർപോർട്ട്, പ്രകാശ് K, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 26 ചെറിയ തുകകളാണ്.
എക്സ്പെൻസ് ത്രൂ KS സുരേഷ് കുമാർ 78,000, പ്രകാശ് കെ എക്സ്പെൻസ്, രാജേന്ദ്ര ബാബു 50,000, മുരളീധരൻ BJP 3 ലക്ഷം, VC 1 ലക്ഷം, A ദാസ് 5 ലക്ഷം, KVT 1 ലക്ഷം, മിസ്റ്റർ പ്രകാശ് കെ 50,000, KV ഗോപിനാഥ് 1,25,000, മിസ്റ്റർ സക്കീർ പിന്നെ കുറെ ചെലവുണ്ട്. എക്സ്പെൻസ് സുരേന്ദ്രൻ എന്തോ ഒരു സുരേന്ദ്രൻ എക്സ്പെൻസ് എപ്പോഴും എടുക്കുന്നുണ്ട്, ഏത് സുരേന്ദ്രനാണെന്ന് അറിയില്ല. ശർമ്മ സാർ 2 ലക്ഷം, അനിയൻ തിരുമേനിക്ക് 1,90,000, കുറെ പണി 20,000 കുറെ പേരുണ്ട്. പായിപ്പർ രാധാകൃഷ്ണന് 15,000, കൃഷ്ണൻകുട്ടിക്ക് 5,000, പ്രകാശ് കെ, ചന്ദ്രൻപിള്ള, അനിയൻ തിരുമേനി, തന്ത്രി ശ്രീകുമാരൻ, KN ഗോപിനാഥ്, VV പ്രകാശൻ, NK മോഹൻദാസ്, പ്രകാശ് കെ. ഇതെല്ലാം ചെറിയ തുകകളാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും ഇതാ ഒരു 20 ലക്ഷം, ഇബ്രാഹിം കുഞ്ഞിന് 15 ലക്ഷം, തങ്ങൾക്ക് 10 ലക്ഷം, ചെന്നിത്തലയ്ക്ക് 10 ലക്ഷം, VD സതീശന് 5 ലക്ഷം, ഹൈബി ഈഡന് 2 ലക്ഷം, ബെന്നിക്ക് 3 ലക്ഷം, ബെന്നി എന്ന് പറയുന്നത് ബെന്നി ബഹനാണെന്ന് കരുതുന്നു. MB വീരേന്ദ്രകുമാറിന് 10 ലക്ഷം, ഉമ്മൻചാണ്ടിക്ക് 10 ലക്ഷം, K മുരളീധരന് 2 ലക്ഷം, KB ഗണേഷ് കുമാറിന് 2 ലക്ഷം, പാലോട് രവിക്ക് 1 ലക്ഷം, തമ്പാനൂർ രവി എഴുതിയിട്ട് വെട്ടി കിട്ടും, പാലോട് രവിക്ക് 1 ലക്ഷം, TN ജേക്കബിന് 1 ലക്ഷം, G സുധാകരന് 1 ലക്ഷം, അൻവർ സാദിഖിന് 2 ലക്ഷം, ജോണി നെല്ലൂരിന് 1 ലക്ഷം, KR ഗണേഷിന് 2 ലക്ഷം, ഷിബു ബേബി ജോണിന് 5 ലക്ഷം, പിണറായി വിജയൻ എന്ന പേരിൽ തന്നെ എഴുതിയിരിക്കുന്നു 15 ലക്ഷം, 10 ലക്ഷം 2 തവണ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന് 15 ലക്ഷം കൊടുത്തു, 10 ലക്ഷം കൊടുത്തു. അതിൽ പിണറായി എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. VS അഡവി എന്ന് പറയുന്നൊരു സാധനമുണ്ട് 10 ലക്ഷം, അത് ആരാന്നറിയില്ല. S ശർമ്മയ്ക്ക് 5 ലക്ഷം, എളമരത്തിന് 5 ലക്ഷം, പന്യന് 2 ലക്ഷം, CK ചന്ദ്രപ്പന് 10 ലക്ഷം, K ചന്ദ്രൻപിള്ളയ്ക്ക് 3 ലക്ഷം, സലീമിന് 1 ലക്ഷം, ബോബി കോട്ടമുറി 5 ലക്ഷം, ഗോവിന്ദൻ മാസ്റ്റർക്ക് 5 ലക്ഷം. അപ്പൊ കൂട്ടരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അതായത് ആ ഡയറിൻ്റെ ഒരു 6-7 പേജിൽ എഴുതി വെച്ചത്. ഇനിയും 100 കണക്കിന്, ഒരു പക്ഷേ 1000 കണക്കിന് ഉണ്ടാകാം. വാങ്ങിയവരെന്നെ വാങ്ങിയിട്ടുണ്ടാകും. പിണറായി, കുഞ്ഞാലിക്കുട്ടി, രമേശും VD സതീശനും എല്ലാവരും വാങ്ങിയവരെന്നെ പിന്നെയും വാങ്ങിയിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കാണിച്ചത്. ജനങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കുക. കമ്മികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മികൾക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വാങ്ങിയാലും പാടില്ല, ആര് വാങ്ങിയാലും പാടില്ല, ഒരു തിന്നാലും പാടില്ല, ഓരോ ആ പ്രസ്ഥാനത്തിനൊപ്പം ഉണ്ടാവും. കാരണം അടിമകളാണല്ലോ. പക്ഷേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും ഇവിടെ ഈ പരിതസ്ഥിതി പ്രശ്നം, ആ പരിതസ്ഥിതി പ്രശ്നം മറികടന്നുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റിന് അനുമതി കൊടുത്തത്. ആ അനുമതി കൊടുത്തത് ആരായാലും, പക്ഷേ പിന്നീട് വന്ന എല്ലാ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ കരിമണൽ കർത്തയ്ക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് രാജ്യത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ ഇവർ അവസരം കൊടുത്തു എല്ലാവരും. ഇപ്പം കണ്ടില്ല നിങ്ങൾ, ഈ കരിമണൽ കർത്തൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിണറായി സഖാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് VD സതീശൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു. VD സതീശൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, അയാൾ പറയണ്ടേ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നെങ്കിലും പറയണ്ടേ, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് എന്നെങ്കിലും പറയണ്ടേ? ഇല്ല. അത് മാത്രമല്ല, ഇവിടെ രമേശ് ചെന്നിത്തലത്തെ പോലീസ് അല്ലത്, അത് പിണറായിയുടെ പോലീസാണ്. ഇവിടെ ഭരണേ മാറിയിട്ടുള്ളൂ, പോലീസ് മാറിയിട്ടില്ല. പോലീസ് മാറണമെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കൈവിട്ട ഒരു ആഭ്യന്തരമന്ത്രി വരണം. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, രമേശ് ചെന്നിത്തല അതിന് പറ്റൂല. പോലീസ് നോക്കി നിന്നൊക്കെയാണ് ആ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. EDനെ ആക്രമിച്ചാൽ ഇവിടെ ഒരു സങ്കടമില്ല, വേറെ കാര്യം. കാരണം ED എന്ന് പറഞ്ഞത് BJPക്ക് വോട്ടും നേതാക്കന്മാരും ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്, വേറെ കാര്യം. പക്ഷേ ED വന്നതെന്തിനാ? പിണറായിനെ മൂക്കിൽ കയറ്റാനല്ല, മറിച്ച് പിണറായിൻ്റെ മകൾ നടത്തിയ അഴിമതി തെളിയിക്കാനാണ്. അതിനെന്തിനാ സഖാക്കൾ തുള്ളുന്നത്? അതിനെന്തിനാ സഖാക്കൾ ആക്രമിക്കുന്നത്? അതിനെന്തിനാ സഖാക്കൾ ആയുധെടുക്കുന്നത്? മകള് പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ? പിണറായിൻ്റെ മകള് സെക്രട്ടേറിയറ്റ് അംഗമാണോ? കേന്ദ്ര കമ്മിറ്റി അംഗമാണോ? അതൊന്നല്ലല്ലോ. CPMൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളൊന്നല്ലല്ലോ പിണറായിൻ്റെ മകള്. അഴിമതി നടത്തിയെങ്കിൽ അത് തെളിയിക്കട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. അതിന് കമ്മികൾക്ക് എന്താ?